നാട്ടിലെ കിണറ്റിൻ്റെ വെള്ളത്തിൻ്റെ ടേസ്റ്റോ ഒന്ന് വേറെ തന്നെയാണല്ലേ. ആ ഒരു ടേസ്റ്റിൽ തന്നെ UAE നമുക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുകയോ? പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മിനറൽ വാട്ടറോ എന്ത് പുറത്തുനിന്ന് വെള്ളം കുടിച്ചാലും അങ്ങോട്ട് സ്ഥിതിക്ക് പിടിക്കില്ലെന്നേ. കാരണം ഈ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് ശരിക്ക് കമ്പാരിറ്റിവിറ്റി നാട്ടിലെ ടേസ്റ്റിനേക്കാളും ഒരുപടി മുന്നിൽ തന്നെയാണ് കേട്ടോ. കറക്റ്റ് ടൈമാണ്. ഇന്ന് ഞങ്ങളെ 3 ബോട്ടിലും കാലിയായിട്ടിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം എടുക്കാനില്ല. അപ്പം ഇക്ക ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങളോട് താഴെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു വീഡിയോ ആയാലും എന്താണെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഇവിടുത്തെ വെള്ളം കഴിയുമ്പോൾ ഞങ്ങളൊന്നല്ലെങ്കിൽ മിനറൽ വാട്ടർ വാങ്ങും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുത്തെ കെയർ ടേക്കറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ വെള്ളം നമുക്കിവിടെ കൊണ്ടുവച്ച് തരും. അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഒട്ടും പിടിക്കാറില്ല കേട്ടോ. കാരണം ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ക്ലോറിൻ വാട്ടർ ആയിരിക്കും. എങ്ങനെയായാലും ഒരു ഉപ്പിൻ്റെ ഒരു ചൊയ ഇല്ലാതിരിക്കില്ല. അങ്ങനെ ഞങ്ങളെ അപ്പാർട്ട്മെൻറ്റിൽ വന്ന് ആര് വെള്ളം കുടിക്കുന്നുണ്ട് അവരൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഇത് ഇവിടുത്തെ വെള്ളമാണെന്ന്. ആ ഒരു സ്പോട്ടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇക്ക താഴെ എത്തിയിട്ടുണ്ട്. ഒരു 6:30 ഞങ്ങളോട് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വൈഫൈ ഓഫാവും, പിന്നെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടൈമിനനുസരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. 3 ബോട്ടിലുള്ള കാരണം ഒരു ഫോണ് കയ്യിലും പിന്നെ 2 ബോട്ടിലും പിടിക്കാനേ പറ്റുള്ളൂ. ഒരു ബോട്ടിൽ ഇവാനാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്ത് പിടിച്ചിട്ട്. നിന്ന് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവാനിന് ദേഷ്യം വന്നിട്ട് ഇവാന് തിരിച്ചു പോകൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫോണിൽ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഇക്കൊക്കെ വിളിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഞങ്ങൾ പോവാൻ നേരം ഇക്ക വേറെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് നിന്നത്. തെറ്റിയിട്ട് ഞാൻ പറഞ്ഞു കേട്ട തെറ്റിയതാണ്. അങ്ങനെ ഇക്ക തിരിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളിവിടെ നിൽക്കണ കണ്ടപ്പോൾ പിന്നെ ഓക്കെ ആയി. ഞങ്ങൾ വണ്ടിയിൽ ഡിക്കിയിൽ ക്യാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവാനിൻ്റെ പിണക്കം മാറിയിട്ടില്ല കേട്ടോ പപ്പയുടെ അടുത്ത്. നമ്മളെ റൂമിൽ നിന്ന് ആകെ ഒരു 5 മിനിറ്റ് ട്രാവൽ ടൈം ആകെ വേണ്ടുള്ളൂ. ഈ വീഡിയോ ഞാൻ എടുക്കണതിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുക്കാനുള്ള കാരണം നമ്മൾ ക്ലോറിൻ വെള്ളം ഒരുപാട് പേര് കുടിക്കും. ഇത് നമുക്ക് 10 രൂപ ചിലവില്ലാതെ ഫ്രീ ആയി കിട്ടുന്ന വെള്ളമാണ്, അതും ടേസ്റ്റ് ആയിട്ടുള്ള വെള്ളം. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്ത് കൂടാന്ന് വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. നമ്മൾ പോണ സമയം മഗ്‌രിബിൻ്റെ സമയമുണ്ട്, നല്ല തിരക്കായിരുന്നു പള്ളിയിൽ. അപ്പോൾ ഞാനധികം ഇറങ്ങിയിട്ടില്ല. എൻ്റെ കോസ്റ്റ്യൂം കണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാനധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതുള്ളത് കോർണിഷ് മസ്ജിദാണ്, അജ്മാൻ ഫ്രീ സോണിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പോയപ്പോഴും ഇവിടെ ഒരുപാട് പേര് ഈ ഒരു ടാപ്പിൽ ഒരു പൈപ്പ് വെച്ചിട്ട് ഇഷ്ടം പോലെ ക്യാൻ നിറയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം അവരേക്ക് തന്നെ അത്യാവശ്യം ക്യാമ്പിലേക്കുള്ള വെള്ളമാണെന്ന് തോന്നുന്നു. ഒരുപാട് ക്യാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് ഡേറ്റ്സൊക്കെ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇത് നന്നായി ഡേറ്റ്സ് ഉണ്ടായിരുന്നു, നല്ല റെഡ് കളറിൽ ഡേറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ കഴിച്ച് നോക്കിയാൽ വായ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഡേറ്റ്സ് ഇത് ഷോയ്ക്ക് മാത്രമേ ഉള്ളൂ, ഒരു ക്യൂരിയോസിറ്റി കാണാനുള്ളതുള്ളൂ. ടേസ്റ്റ് വൈസ് ഒട്ടും ഓക്കെയല്ലാത്തൊരു ഡേറ്റ്സ് ആണ് കേട്ടോ ഈ ഒരു ഡേറ്റ്സ്. ഇപ്പോൾ കണ്ടില്ല നല്ല റഷാണ്, പള്ളിയിൽ വന്നവരും വെള്ളം എടുക്കാൻ വന്നവരും. ഇപ്പോൾ ഒരു 3 വണ്ടി തന്നെ ഇവിടെ വെള്ളം എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നിസ്കരിക്കാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ചേച്ചി ഞങ്ങളെ ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ വെള്ളം കൊടുത്തായിരുന്നു. അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞു നല്ല ടേസ്റ്റ് വെള്ളം കേട്ടോ. അപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പള്ളിയിൽ ഫ്രീ ആയിട്ടാണ് ഈ വെള്ളം കിട്ടുന്നത്. അപ്പോൾ ചേച്ചിക്കും ഇതൊരു പുതിയ അറിവാണ്. കാരണം ചേച്ചി ഇവിടെ നിന്നിട്ടൊരു 2 years ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് അറിയില്ല, അപ്പോൾ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, അവർക്കൊരു പുതിയൊരു അറിവായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വെള്ളം എടുത്തിട്ട് കുറേ പേര് വെള്ളം എടുക്കണോണ്ട് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവാനതിലിങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കണോണ്ട് ഇക്കക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇക്ക ചെറുതായിട്ടൊക്കെ ഒന്ന് ചീത്ത പറയുകയാണ്. അപ്പോൾ എന്നോട് ഇവാനോട് വണ്ടിയിൽ ഇരുന്നോളാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരിക്കാൻ പോവുകയാണ്. ഇനി അവിടെ നിന്നിട്ട് ഇനി പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവാനും ഇട്ടിട്ടുള്ളത് വൈറ്റ് ഉടുപ്പുമാണ്. അപ്പോൾ പിന്നെ ചെളിയാക്കണമെന്ന് വെച്ചാൽ ഞാൻ കുറച്ചങ്ങോട്ട് നീങ്ങുന്നു. പിന്നെ ഞങ്ങൾ ഉഴായി ഒരുവിധം പേരൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഇക്ക ക്യാനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ 4 ടാപ്പാണ് കേട്ടോ ഉള്ളത്. ഒരു സമയം 4 ടാപ്പിൽ നിന്നും വെള്ളം നല്ല സ്പീഡിൽ തന്നെയാണ് വരിക. ഇനിയിപ്പോൾ ഷിയാബാക്കയും ബാബിയും ഒക്കെ വരുന്ന സമയത്ത് വെള്ളത്തിന് നല്ല അത്യാവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ 3 ക്യാനും ഫില്ലാക്കാമെന്ന് വിചാരിച്ചു. ഇത്ര ദിവസം ഞങ്ങൾ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് 3 ക്യാനിലത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡേയ്സ് ഓടി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈദ് വ്ളോഗിൽ ബാബിയും ഷിയാബാക്കൊക്കെ ഉണ്ടെന്ന്. ഈദ് വ്ളോഗ് പിന്നെ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. അതിന് മുൻപ് ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അവർ നാട്ടിൽ പോയിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈദ് വ്ളോഗിൽ വന്നിട്ടുണ്ടായിരുന്നത്. അവർ ഏപ്രിൽ 30 നാട്ടിൽ പോയതാണ്. പിന്നെ വന്നത് ജൂൺ 1, അതായത് ജൂൺ 1 അല്ല, മെയ് 30 തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ജൂൺ 1 രണ്ടാളും ജോബിന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെരുന്നാൾ ജൂൺ 5 ആണല്ലോ. അപ്പോൾ ആ വീഡിയോ ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ആക്കിയതാണ്. അതിന് മുൻപുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. എനിക്ക് കമൻസ് വന്നായിരുന്നു ബാബി ഇവരൊക്കെ നാട്ടിൽ പോയിട്ടില്ലേന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ റിപ്ലൈ പറഞ്ഞത്. അങ്ങനെ 3 ക്യാനും
നിറച്ച് കഴിഞ്ഞപ്പോൾ ഷിയാബാക്ക ഉണ്ടെങ്കിൽ രണ്ടാളും കൂടി ഹെൽപ്പ് ചെയ്ത്. ഇപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് 3 ക്യാനും ഇനി ഡിക്കിൽ വെക്കുക, ഇനി നേരെ ഫ്ലാറ്റിൽ പോവുക, അത്രയേ ഉള്ളൂ. സാധാരണ അവരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ 3 ആളും, അതായത് ഇവാനും എയ്സും ഞാനൊക്കെ കൂടിയിട്ട് ആ ഡേറ്റ്സിൻ്റെ ആ ട്രീ വരൊക്കെ ഒന്ന് നടന്ന് ഫുള്ളായിട്ട് അവിടെ ഒക്കെ നടന്നിട്ടൊക്കെയാണ് കയറാറുള്ളൂ. ഇത് പെട്ടെന്ന് പോയ പോലെ ആയി. ഇതാണ് കേട്ടോ ഈ പള്ളി വരുന്നത്. കോർണിഷ് തന്നെയാണ്, അജ്മാൻ കോർണിഷ് തന്നെയാണ് അടുത്ത് വരുന്നത്. അപ്പോൾ അറിയാത്ത ഒത്തിരി പേരുണ്ടാവും, അറിയണ ഒത്തിരി പേരുണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ വെള്ളം ഒരു വട്ടം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നാട്ടിലെ വെള്ളമാണോ ടേസ്റ്റ്, ഈ ഒരു ടേസ്റ്റാണോ എന്നൊക്കെ നിങ്ങൾ കുടിച്ചിട്ട് പറയണം കേട്ടോ. കഴിഞ്ഞ ജൂണിലാണ് ഞാൻ ആദ്യമായിട്ട് UAE വന്നത്. അന്ന് ഞങ്ങൾ ഫസ്റ്റ് വന്ന പിറ്റേന്ന് തന്നെ കാണാൻ വന്നൊരു സ്പോട്ടാണ് അജ്മാൻ കോർണിഷ്. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ താഴത്തേക്ക് 3 ക്യാനും ലിഫ്റ്റിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ടേ വരുള്ളൂ. അപ്പോൾ ഞാനും ഇവാനും കൂടി പോവാണ്. എന്തൊക്കെയോ സ്നാക്സും അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ക്യാൻ എടുത്തു കഴിഞ്ഞാൽ റെഡി ആവില്ല, അപ്പം തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ കയ്യിൽ സ്നാക്സിൻ്റെ കവറുമായിട്ട് ഞങ്ങളിതാ മേലേക്ക് കയറാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. സാധാരണ കച്ചയിലാണ് പാർക്കിംഗ് കിട്ടാറ്, പക്ഷേ ഇപ്പോൾ നമ്മൾ വെള്ളം എടുക്കാൻ പോയതുകൊണ്ട് ഒരു 7 മണിയൊക്കെ ആയതുകൊണ്ട് ഇനി പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും വലിയ കുഴപ്പമില്ല. പക്ഷെ ആദ്യം 9 മണി 10 മണിയൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഇനിയിപ്പോൾ ഫ്ലാറ്റിലെത്തിക്കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നുമില്ല, ചായ ഉണ്ടാക്കിയിട്ട് കൊടുന്ന സ്നാക്സ് കഴിക്കൽ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ അജ്മാനിലുള്ള നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.